പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 71-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയുമരുതേ. ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം എന്നുള്ളത് സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. 100-110 വയസ്സ് പ്രായമുള്ളവർ ലോകത്തിൽ കണ്ടേക്കാം. അവരും ഒരു നാൾ മരിക്കും. മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും മരണത്തിൻ്റെ സമയം മാത്രമേ നിശ്ചയമില്ലാതെ ആയിട്ടുള്ളൂ. മരണം നിശ്ചയമാണ്. നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മെ മരണത്തിൽ എത്തിക്കുന്നില്ല. മരിക്കുവാനുള്ള പ്രകൃതത്തോടു കൂടി ആയിരുന്നില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദം ദമ്പതിമാർ പാപം ചെയ്തതിലൂടെയാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത്. ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യൻ മരണത്തിന് വിധേയരായി. അവിടെ സന്താനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ശരാശരി 900 വർഷം വരെ ജീവിച്ചിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകിയേ വരികയാൽ നോഹയുടെ കാലത്ത് ജലപ്രളയത്തിനു ശേഷം മനുഷ്യായുസ് ശരാശരി 120 ദൈവം കുറച്ചു. വീണ്ടും ലോകത്തിൽ പെരുകിയ ജനം പൂർവാധികം ശക്തിയോടെ പാപം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ദൈവം മനുഷ്യായുസ് കുറച്ചു ശരാശരി 70-80 പരിമിതിപ്പെടുത്തി. ഇപ്പോൾ മനുഷ്യൻ്റെ ആയുസ് ശരാശരി 50 വയസ്സിന് താഴെയാണ് കണ്ടുവരുന്നത്. ഞാനിങ്ങനെ പറയാറുണ്ട്, പുതിയ നിയമത്തിൽ ഒരാണ്ട് കൂടെ നിൽക്കട്ടെ. ആമേൻ. ഈ ആണ്ടാകാം, അടുത്ത ആണ്ടാകാം. അത് ആമേൻ സ്തോത്രം 10 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ ഏതുമാകാം. എന്നാൽ ദൈവസന്നിധിയിൽ ഫലം കായ്ക്കാത്തവരെ ദൈവം വെട്ടിക്കളയും എന്നുള്ള തിരുവചനം നാം തിരിച്ചറിയണം. കാലങ്ങൾ മുമ്പോട്ട് പോകുന്തോറും ഇനി അത് എത്രയായി ചുരുങ്ങുമെന്ന് നമുക്ക് പറയുവാനും കഴിയുകയില്ല. എന്നാൽ ഒരു ഭക്തൻ ഇവിടെ പറയുന്നത്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. പല വേദപഠിതാക്കളും അവകാശപ്പെടുന്നത് ഈ 4 വിരൽ എന്നത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ 4 ദശകൾ ആണെന്ന് ആമേൻ പറയും. ആയുസ് എത്രയായാലും ഭൂരിഭാഗം മനുഷ്യരും വാർദ്ധക്യത്തിൽ കൂടെ കടന്നു പോകണം എന്നതാണ് സത്യം. വാർദ്ധക്യം ആശങ്കകളുടെ കാലമാണ്. ശരീരകോശങ്ങളുടെ വളർച്ച മന്ദീഭവിക്കുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരികയും ചെയ്യുന്നതിനാൽ മനുഷ്യൻ പലവിധ രോഗങ്ങൾക്ക് അടിമയാകുന്നു. ഈ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ അവഗണനയും ഒറ്റപ്പെടുത്തലും ഏകാന്തതകളും സാമ്പത്തിക പ്രതിസന്ധികളും കൂടിയാകുമ്പോൾ മനുഷ്യൻ ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്നു. ദുരിതപൂർണമായ ഈ ജീവിതമൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. ദൈവശബ്ദം ശ്രദ്ധിച്ച് ദൈവത്തെ അനുസരിച്ച് നിത്യതയ്ക്കായി കാത്ത് നോക്കി ഇരുന്ന തൻ്റെ ഭക്തന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുടെ വാർദ്ധക്യകാലം, ദാവീദിൻ്റെ വാർദ്ധക്യകാലം അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നുവെന്ന് തിരുവചനത്തിൽ കാണുവാനിടയാകും. നല്ല അന്ത്യം പ്രാപിക്കുകയും ചെയ്തതായി കാണുന്നു. പല നല്ല പ്രതീക്ഷകളോടും കണക്കുകൂട്ടലുകളോടും കൂടിയാണ് മനുഷ്യൻ തൻ്റെ ജീവിതം തുടരുന്നത്. നാളെ എന്ന ചിന്തയോടും കരുതലോടും കൂടെ ജീവിക്കുന്നവരും അങ്ങനെ അല്ലാത്തവരും ലോകത്തിലുണ്ട്.
ഭാവിക്ക് വേണ്ടി പലതും കരുതി വെക്കുന്നവരും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരുമുണ്ട്. എന്നാൽ മനുഷ്യൻ ഭൗതികമായി എന്തെല്ലാം കരുതി വെച്ചാലും നിത്യതയോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിക്കാത്തവർക്ക് ശോകപൂർണമായ അന്ത്യമാണ് ഉണ്ടാകുന്നത്. നിത്യതയ്ക്ക് വേണ്ടി ഒരു ജീവിതം നമുക്കുണ്ട്. ആ പ്രത്യാശയോടുകൂടെ ജീവിക്കാത്തവർക്ക് ശോകമായ ഒരു അന്ത്യമായിരിക്കും ലഭിക്കുവാൻ ഇടയാകുന്നത്. നല്ല ഒരു മരണം ശവസംസ്കാരമോ അല്ല വലിയ കാര്യം. ജീവിതം മരണത്തിന് ശേഷമാണ്. ദൈവഭയമില്ലാതെയും ലൗകിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പേരിന് മാത്രം ദൈവമക്കളെന്ന് നിലനിൽക്കുന്നവർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ജീവിതാന്ത്യം എത്ര ദയനീയമായിരിക്കുന്നുവെന്ന് പിന്നത്തേതിൽ അവർ മനസ്സിലാക്കുന്നില്ല. പൗരോഹിത്യ ശുശ്രൂഷ ഉപജീവനമാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു ഏലി പുരോഹിതൻ. ആത്മീയാനുഭവങ്ങളെക്കാളും വലുതായി കണ്ടത് തൻ്റെ മക്കളുടെ ശരീരപുഷ്ടിയും ആരോഗ്യമായിരുന്നു. മക്കളുടെ വൃത്തികെട്ട ജീവിതവും മാരകമായ പാപങ്ങളിൽ മുഴുകിപ്പോകുന്നു. ഏലി അവരെ ശാസിക്കുകയോ നിലയ്ക്ക് നിർത്തുകയോ ചെയ്തില്ല. എന്നാൽ അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും പിന്നീട് താൻ ഏറ്റുവാങ്ങി. 98-ാം വയസ്സിൽ ഏലി പടിവാതിക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ആ വൃദ്ധൻ്റെ മരണം വളരെ ദയനീയമായിരുന്നു. ശലോമോന്റെ ജീവിതാരംഭം നല്ല നിലയിലായിരുന്നു. യഹോവയ്ക്ക് പ്രിയൻ എന്ന അർത്ഥത്തിൽ അവന് ശലോമോൻ എന്ന പേരും ലഭിച്ചു. എന്നാൽ പിന്നത്തേതിൽ ആ മോൻ സാത്താൻ്റെ മകനായി തീർന്നു. ഒരുപക്ഷെ ശലോമോന് നല്ല ഒരു അടക്കം ലഭിച്ചിരിക്കാം. എന്നാൽ അവൻ്റെ നിത്യത അവൻ നഷ്ടമാക്കി. സമയപരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വാർദ്ധക്യകാലത്ത് വളരെ ഫലം പുറപ്പെടുവിച്ച അനേക ഭക്തന്മാരുണ്ടായിരുന്നു ഈ ലോകത്ത്. മോശ, കാലേബ്, അഖിയ പ്രവാചകൻ, ശിമയോൻ, ഹന്ന പ്രവാചകി, അങ്ങനെ പോകുന്നു ഭക്തന്മാരുടെ നീണ്ട നിരകൾ. പ്രിയ ദൈവവേദിലെ വാർദ്ധക്യത്തിൽ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും വാർദ്ധക്യത്തിൽ നരയോളം ചുമക്കുന്നവൻ, അന്ത്യത്തോളം വഴി നടത്തുന്നവനുമായ നമ്മുടെ ദൈവം നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്. അത് വാർദ്ധക്യത്തിലും അവൻ നമ്മെ നടത്തുവാനിടയാകും. ഈ വാർദ്ധക്യ നാളുകളിൽ ആവേശത്രം ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും വാർദ്ധക്യത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദാസിദാസന്മാരോട് പരിശുദ്ധാത്മാവെന്ന പകൽ പറയും, ആരെല്ലാം കൈവിട്ടാലും, മക്കൾ കൈവിടും, മരുമക്കൾ കൈവിടും, കൊച്ചുമക്കൾ കൈവിടും, എല്ലാവരും നമ്മെ കൈവിടും. പക്ഷേ കൈവിടാത്ത ഒരുവനുണ്ട്. അത് നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ ആണിപ്പെഴുതേറ്റ കരം തന്നെയാണ്. വിശ്വസിക്കാമോ? ഈ പ്രഭാതത്തിൽ സ്തോത്രം, അവൻ നമ്മെ നടത്തുവാനിടയാകും, അവൻ നമ്മെ പുലർത്തുവാനിടയാകും. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. അവനെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. നമുക്ക് വാർദ്ധക്യം നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടതയുടെ നാളുകൾ തന്നെയാണ്. രോഗം, ഭാരം, കാഴ്ചക്കുറവുകൾ, കേൾവിക്കുറവുകൾ, ആരോഗ്യക്കുറവുകൾ, അങ്ങനെ പലതരത്തിൽ കൂടെ നമ്മുടെ ജീവിതം ബലഹീനതയിൽ കടന്നു പോകുമ്പോഴും ബലവാനായ ദൈവം നമ്മെ താങ്ങി നടത്തുവാനിടയാകും. നല്ല ഫലം കായ്ക്കാമോ? നിശ്ചയമായും അവൻ നമ്മെ കരുതുവാനിടയാകും. നല്ല സംരക്ഷണയിൽ അവൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നമ്മെ കരുതുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. ഈ പ്രഭാതം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ വാർദ്ധക്യ നാളുകളിൽ എൻ്റെ ഭക്തന്മാർ, എൻ്റെ ദാസിമാർ, കർത്താവേ, പലരും ഭയത്തോടും ഭാരത്തോടും വേദനകളോടും പലവിധമായ ക്ഷീണങ്ങളോടും ഏകാന്തതയുടെ അനുഭവങ്ങളിൽ മാനസികമായ നിരാശ, ശാരീരികമായ സ്തോത്രം ഹാലിൽ ബലഹീനതയിലെല്ലാം ആയിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ ദൈവം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നരയോളം ചുമക്കുന്ന ദൈവം, അന്ത്യത്തോളം വഴി നടത്തുന്ന ദൈവം, ശക്തമായ നിലകളിൽ എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ
എൻ്റെ ദാസിദാസന്മാരെ മാനിച്ച് ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൂടെ നടന്ന കർത്താവ് ഹാനോക്കിൻ്റെ തലമുറയെ ആയുസ് കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ കർത്താവ് ഈ ദിവസങ്ങൾ തൻ്റെ ഭക്തന്മാരെ ആയുസ്സും ആരോഗ്യത്തിൽ ബലപ്പെടുത്തണം, സമാധാനം സന്തോഷം നൽകണം, എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.